വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, ഈ പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം നേരത്തെ തന്നെ ആടിയുലയുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ കൊടുത്തില്ല, ന്യൂസ് ഇന്ത്യ മലയാളം കൊടുത്തില്ല. അതിൽ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ റഷ്യയും പാകിസ്ഥാനും ചൈനയും ചേർന്ന് അമേരിക്ക വരെ സഞ്ചരിക്കാൻ കഴിവുള്ള ഒരു ഭൂഖണ്ഡാന്തര മിസൈൽ ഉണ്ടാക്കുന്നുവെന്ന് അമേരിക്കയിൽ വലിയ കോളിളക്കം ഉണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു. അന്ന് തന്നെ അമേരിക്കയിലെ മന്ത്രിസഭ ട്രംപിനോട് പറഞ്ഞു പാകിസ്ഥാനെ വിശ്വസിക്കരുതെന്ന്. പക്ഷേ ട്രംപിന്റെ ക്രിപ്റ്റോയും ഇടപാടുകളുമായിട്ട് പാകിസ്ഥാനിലെ ബിസിനസ്സുകളുമായിട്ട് ട്രംപ് അവിടെയുള്ള അസീം മുനീറിനെ വിളിക്കുന്നു, അത്താഴവിരുന്ന് കൊടുക്കുന്നു, പാകിസ്ഥാനുമായിട്ട് കൈകോർക്കുന്നു. അങ്ങനെയുള്ള പല സാഹചര്യങ്ങളുണ്ട്. ഇവർ കൃത്യമായിട്ട് മുന്നറിയിപ്പ് കൊടുത്തതുമാണ് ഇന്ത്യ ചതിക്കില്ല, ഇന്ത്യയായിട്ടാണ് നമുക്ക് ബന്ധം വേണ്ടത്, പാകിസ്ഥാനുമായിട്ട് ഒട്ടുമല്ല എന്ന് പറഞ്ഞു. ഇപ്പോഴിതാ പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ ട്രംപിനെ പിന്നിൽ നിന്ന് കുത്തി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. പാകിസ്ഥാനാണെങ്കിൽ ഭയപ്പാടിലാണ്. പാകിസ്ഥാൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പാകിസ്ഥാന്റെ അവസ്ഥയും കൂടെ നമ്മൾ മനസ്സിലാക്കണമല്ലോ. കാരണം ട്രംപിനെ പിണക്കാനും കഴിയില്ല, എന്നാൽ തൊട്ടടുത്ത് ഇറാൻ കിടക്കുകയുമാണ്. ട്രംപിനെ സഹായിച്ചാൽ ഇറാൻ പാകിസ്ഥാനിലേക്ക് കയറി അടിക്കും. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ വരും, ബലൂചിസ്ഥാൻ വരും, പിന്നെ ഇന്ത്യയും കൂടെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാൻ നാമാവിശേഷമാകുന്ന കാര്യം പാകിസ്ഥാൻ അറിയാം. അതുകൊണ്ട് പാകിസ്ഥാൻ ഇതുവരെ രണ്ടുപേരെയും സുഖിപ്പിച്ചു പോകുന്ന ഒരു രീതിയാണ് എടുത്തതെങ്കിലും ഇപ്പോൾ ട്രംപിനെ പൂർണ്ണമായും പിന്നിൽ നിന്ന് കുത്തിയിരിക്കുകയാണ് എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. US ആക്രമണത്തിൽ നിന്ന് തങ്ങളെ സംരക്ഷിക്കാൻ പാകിസ്ഥാൻ ഇറാനിയൻ സൈനിക വിമാനങ്ങൾക്ക് നൂർഖാൻ വ്യോമത്താവളം ഉപയോഗിക്കാൻ അനുവദിച്ചതായി മാധ്യമ റിപ്പോർട്ടുകളും US ഉദ്യോഗസ്ഥരും ഇപ്പോൾ പറയുകയാണ്. ഈ നൂർഖാൻ വിമാനത്താവളം ഇറാന് പാകിസ്ഥാൻ കൊടുത്തിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിന്റെ സംക്ഷിപ്ത രൂപം എന്ന് പറയുന്നത്. പാകിസ്ഥാന് ഫ്രീ ആയിട്ട് F-16 8 വരെ കൊടുത്ത ഒരു രാജ്യമാണ് ഈ അമേരിക്ക എന്ന് പറയുന്നത്. ഫ്രീ ആയിട്ട് F-16, അതും ഇന്ത്യ ആക്രമിക്കാനായിട്ട് പാകിസ്ഥാൻ അത് രഹസ്യമായി എത്തിച്ചു കൊടുത്ത ഒരു രാജ്യമാണെന്ന് നമ്മൾ ആലോചിക്കണം. ഈ ഏപ്രിൽ തുടക്കത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ഇറാൻ തങ്ങളുടെ നിരവധി സൈനിക വിമാനങ്ങൾ റാവൽപിണ്ടിക്ക് സമീപമുള്ള പാകിസ്ഥാൻ വ്യോമസേനയുടെ നൂർഖാൻ വ്യോമത്താവളത്തിലേക്ക് മാറ്റിയെന്ന് CBS ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് ആക്ച്വലി ഞാനൊരു കാര്യം പറയട്ടെ, ഈ വാർത്ത നമുക്ക് ഇപ്പൊ വരുന്നതാണ്. ഈ വാർത്ത കഴിഞ്ഞ മാസം തുടക്കത്തിൽ തന്നെ ഇത് നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യയിലെ ഡിഫൻസ് വൃത്തങ്ങളെല്ലാം സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അമേരിക്കയിൽ വാർത്തയാവുന്ന മുമ്പേ ഇത് ന്യൂസ് ഇന്ത്യ മലയാളം കൊടുത്തിട്ടുണ്ട്. അഹങ്കാരം പറയുകയാണെന്ന് ദയവേത് വിചാരിക്കില്ല. നമ്മുടെ ഡിഫൻസ് ന്യൂസുകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാനാണ് ആ വാർത്ത കൊടുത്തത്. അതായത് ഇനി വിമാനങ്ങൾ കുറവാണ് നമ്മുടെ ഇറാനിൽ. അപ്പൊ ആ വിമാനങ്ങൾ കുറവായതുകൊണ്ട് തന്നെ ഈ ഇറാന് പിടിച്ചു നിൽക്കണം. ഇറാൻ എല്ലാ തരത്തിലും പിടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഇറാന് പിടിച്ചു നിൽക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ പാകിസ്ഥാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് ഇനി കുറച്ച് വിമാനങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, നിങ്ങളൊരു കാര്യം ചെയ്യും, ആ വിമാനങ്ങൾ ഇങ്ങോട്ടേക്ക് തന്നേരെ, ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാമെന്ന് പറഞ്ഞു പാകിസ്ഥാൻ ആ വിമാനങ്ങൾ ഇങ്ങോട്ടേക്ക് എടുത്തു എന്ന് വാർത്ത കഴിഞ്ഞ മാസം തുടക്കത്തിൽ നമ്മൾ കൊടുത്തൊരു വാർത്തയാണ്. ഇപ്പോൾ ഇതാ US സെനറ്റർ അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ് അമേരിക്കയ്ക്ക്. ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം US സെനറ്റർ ലിൻഡ്സേ ഗ്രഹാം അയാൾ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. ഇത് ശരിയാണെങ്കിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള മധ്യസ്ഥത നിലയിൽ പാകിസ്ഥാന്റെ പങ്ക് സംശയാസ്പദമാണ്, പാകിസ്ഥാൻ ചതിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് തോന്നുന്നു ഈ കാര്യത്തിൽ? ഈ നമ്മൾ ആ ന്യൂസിന്റെ മലയാളം വാർത്ത കൊടുക്കുന്ന സമയത്ത് തന്നെ അത് അന്താരാഷ്ട്ര, പ്രത്യേകിച്ച് അമേരിക്കൻ മാധ്യമങ്ങൾ, വാൾ സ്ട്രീറ്റ് ജേർണലിസ്റ്റ്, ന്യൂയോർക്ക് ടൈംസ് തുടങ്ങിയ മാധ്യമങ്ങളെല്ലാം തന്നെ ഈ റിപ്പോർട്ട് കൊടുത്തിരുന്നു. ചതിക്കുകയാണ്, കാരണം അവര് അവിടെ നിങ്ങൾക്ക് ഒരു ചതിക്കുഴി പണിയുന്നു എന്നൊക്കെ പറഞ്ഞ് വന്നു. അതിനുശേഷം ട്രംപ് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഇസ്രായേൽ തുടക്കം മുതലേ തന്നെ പറഞ്ഞു പാകിസ്ഥാനെ നമ്പരുതെന്ന് പറയുന്നുണ്ട്. ഇതില് ഇപ്പൊ വന്നിരിക്കുന്ന ഇപ്പൊ ഒരു സ്ഥിരീകരണം മാത്രമാണ് വന്നിരിക്കുന്നത്. അന്ന് ഈ നമ്മളാ വാർത്ത കൊടുത്തത് നമ്മുടെ ഡിഫൻസ് ന്യൂസുകൾ വെച്ചിട്ടാണ് നമ്മൾ ആ വാർത്ത കൊടുത്തത്. നമ്മുടെ ഇന്ത്യൻ ഡിഫൻസ് സൈറ്റുകൾ നമ്മൾ നല്ലപോലെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇന്ത്യക്ക് സ്വാഭാവികമായിട്ടും പാകിസ്ഥാനിൽ എന്താണ് നടക്കുന്നത് ഇന്ത്യ കീനായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡിഫൻസ് വൃത്തങ്ങൾ, വിരമിച്ച സൈനികരൊക്കെ നടത്തുന്ന ഒരുപാട് ഡിഫൻസ് സൈറ്റുകളുണ്ട്. അതൊക്കെ നമ്മൾ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ പിക്കപ്പ് ചെയ്യുന്നത്. നമ്മൾ കൊടുത്തത് ആ രീതിയിലാണ് നമ്മൾ ചെയ്തത്. പക്ഷെ ഇത് ഇന്റർനാഷണൽ മാധ്യമങ്ങൾ അത്രയും തെളിച്ചു പറഞ്ഞില്ല. നമ്മൾ തെളിച്ചു പറഞ്ഞു, അവരത് തെളിച്ചു പറഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പൊ അവരത് സ്ഥിരീകരിക്കുന്നുണ്ട് സത്യമാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതാണ് അതിന്റെ. ഇപ്പൊ ഞാനിത് പറയാനുള്ള കാരണം വെച്ചാൽ ചിലപ്പോൾ പ്രേക്ഷകർ വിചാരിക്കുകയും ഇവന്മാരും തള്ളുന്നതാണ്. അല്ല, ഇത് നമ്മുടെ ഡിഫൻസിന്റെ ഒരുപാട് സൈറ്റുകളുണ്ട്. വിരമിച്ച ഉന്നത സൈനിക ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉള്ള സൈറ്റുകളുണ്ട്, ഗ്രൂപ്പുകളുണ്ട്. അവിടെ നിന്നൊക്കെ വരുന്ന നല്ല കൃത്യമായ സോഴ്സ് ആണത്, കൃത്യമായ ഉറപ്പുള്ള സാധനം തന്നെയാണ്. ഇനി കാര്യത്തിലേക്ക് വരാം. ഇവർ അഫ്ഗാനിസ്ഥാനിൽ കുറച്ച് വിമാനം കൊണ്ടിട്ടിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ കുറച്ച് വിമാനം കൊടുത്തിട്ട് അവിടെ സേവ് ചെയ്യാൻ പറഞ്ഞു. അവർ സേവ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ തിരിച്ചു കൊടുക്കുകയോ ഇല്ലെന്നുള്ളത് വേറൊരു കാര്യം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ അവർ കൊണ്ടിട്ടിട്ടുണ്ട്. അതായത് അമേരിക്ക ശരിക്കും പറഞ്ഞാൽ കബളിപ്പിക്കുകയായിരുന്നു എന്നുള്ളൊരു വികാരം ഇപ്പോൾ പൊതുവായിട്ട് ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു കാര്യമുണ്ട്. അത് മാത്രവുമല്ല, ഇപ്പോൾ ഈ ചൈന ഗദാർ തുറമുഖത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമം നടത്തുന്നു. ഗദാർ തുറമുഖം ലക്ഷ്യം വെച്ചുകൊണ്ട് ദക്ഷിണ ചൈന കടലെടുക്കും. ഒപ്പം തന്നെ അതൊരു പോയിന്റാണ്, മെയിൻ പോയിന്റ് ആയിട്ട് ഒരു ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് തുറക്കുന്ന ഒരു പോയിന്റ് ആയിട്ട് അവിടെ നിർത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അമേരിക്കയ്ക്ക് ഒരുപാട് പണി കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇപ്പൊ ഇങ്ങനെയുള്ള വാർത്തകൾ പുറത്തു വരുമ്പോഴാണ് ഇന്നലെ ശ്രീ അസീം മുനീറിന്റെ ഒരു വിവാദപരമായ പ്രസ്ഥാനം വന്നിട്ടുണ്ടായിരുന്നു.
അദ്ദേഹം ഇന്നലെ പറഞ്ഞത് ഇന്ത്യയിൽ ഞങ്ങളുടെ അടുത്ത് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഭസ്മമാക്കി കളയും, മറ്റേതാക്കും മനസ്സിലാകും. ഇന്ത്യക്കെതിരെ അസീമിനോട് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം വലിയ രീതിയിലുള്ള പ്രസ്താവനയുടെ രംഗത്ത് വരുന്നത്. എന്തുകൊണ്ടാണ് ആ പ്രസ്താവനയുടെ രംഗത്ത് വരുന്നത് വെച്ചാൽ, ഇത് ഈ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഇന്റർനാഷണൽ ഒരു പ്രോബ്ലംസ് ഉണ്ടല്ലോ, ആ ഒരു അതായത് പാകിസ്ഥാന് നേരെ തിരിഞ്ഞിരിക്കുന്ന എല്ലാ ശത്രുക്കളുടെയും ശ്രദ്ധ തിരിക്കുക എന്നുള്ളതാണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്ന കാര്യം. ഒപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, ഞങ്ങളുടെ രാജ്യം നശിക്കുമെന്ന് കണ്ടാൽ ഞങ്ങൾ ലോകത്തിന്റെ പകുതിയും കൊണ്ടേ പോകൂ എന്നൊരു ഡയലോഗ് കൂടെ പുള്ളി ഗീച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ മീഡിയ അതിന്റെ ശ്രദ്ധ ഈ ഇന്ത്യ പാക് ടെൻഷനിലേക്ക് മാറ്റുക, ഒപ്പം തന്നെ ഇങ്ങനെ ഒരു ഭീഷണി വരുമ്പോഴത്തേനും പാകിസ്ഥാൻ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് വരുന്നുണ്ടല്ലോ എന്നൊരു രീതിയിലേക്ക് വരിക എന്നുള്ളതാണ്. ഇതാണ് ഇപ്പോൾ നടക്കുന്ന ഒരു വലിയ ഹൈറ്റ്. ഞാനിത് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഈ പാകിസ്ഥാന് നേരെ ഒരു വേൾഡ് ലെറ്റ് പ്രഷറോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിന്റെ പ്രഷറോ വരും, പാകിസ്ഥാൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പണി എന്ന് പറയുന്നത് ഇന്ത്യക്കെതിരെ ചൊറിയുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു ഭീകരാക്രമണം നടത്തുക, എന്നിട്ട് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്നതായിരുന്നു വാങ്ങുക, ഇല്ലെങ്കിൽ അങ്ങനെയുള്ളത്. എനിക്ക് തോന്നുന്നു, ഇപ്പോഴും തോന്നുന്നു, ശ്രീമാൻ നരേന്ദ്രമോദി ഈ പറഞ്ഞ ഇന്ധന പ്രതിസന്ധിയുടെ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം പറഞ്ഞത് ഈ ഇന്നലെ കുറെ നിർദ്ദേശങ്ങളൊക്കെ അദ്ദേഹം വെച്ചതെങ്കിൽ പോലും ഞാൻ ഇപ്പോഴും കരുതുന്നത് ഒരുപക്ഷെ അതിനകത്ത് ചെറിയ ശതമാനം ഞാൻ മാറ്റിവെക്കുന്നത് ഒരു ഇന്ത്യ പാക് വാറിനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് ഓപ്പറേഷൻ സിന്ദൂർ പോലും 3-4 ദിവസത്തേക്ക് ഒതുങ്ങി നിൽക്കുന്നതായിരിക്കില്ല, അത് മാസങ്ങളോളം നീളുന്ന ഒരു സ്ട്രൈക്ക് ആയിരിക്കും. കാരണം കഴിഞ്ഞ ദിവസം ഈ ഡിഫൻസ് ആ ന്യൂസുകളിൽ വന്നൊരു കാര്യമുണ്ട്. കാരണം ഈ ഇറാന്റെ ഇപ്പോഴത്തെ യുദ്ധതന്ത്രമാണ് ഇപ്പൊ ഇന്ത്യ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇറാൻ പോലെ അമേരിക്കയുടെ മുമ്പിൽ ഇറാൻ ഒന്നുമല്ല, എന്നിട്ട് പോലും ഇറാൻ ഇത്രയും നാൾ പിടിച്ചു നിന്നത് വില കുറഞ്ഞ ഡ്രോണുകളും മറ്റും ഉപയോഗിച്ചാണ്. ഇതേ രീതിയിൽ പാകിസ്ഥാൻ അധിക നാളും പിടിച്ചു നിൽക്കാൻ സാധ്യതയുണ്ട്, ഈ ഡ്രോണുകളൊക്കെ ഉപയോഗിച്ച് ഇടയ്ക്കിടയ്ക്ക് അറ്റാക്ക് ചെയ്യുന്ന ഒരു തന്ത്രവുമായിട്ട്. അത് മാസങ്ങളോളം നീണ്ടുപോകാനുള്ള സാധ്യതകളുണ്ട്. അതോടൊക്കെ മുൻനിർത്തിയാണോ അദ്ദേഹം ഇത് പറഞ്ഞത് എന്നുള്ള സംശയം എനിക്കുണ്ട്, ഇല്ലാതില്ല. പിന്നെ ലോകത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട്, അതിന്റെ പശ്ചാത്തലത്തിലായിരിക്കും അദ്ദേഹം പറഞ്ഞത്. ഏതായാലും ഒരു വമ്പൻ വാർത്ത ഇപ്പോൾ അമേരിക്ക സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇത് നേരത്തെ അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടതാണ്. അതിനേക്കാൾ വളരെ മുമ്പ് തന്നെ ഇന്ത്യയിലെ ഡിഫൻസ് സൈറ്റുകൾ ഇത് നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്നതാണ്. ആ വാർത്ത പുറത്ത് ന്യൂസിന്റെ മലയാളം അത് കൊടുക്കുകയും ചെയ്തിരുന്ന ഒരു വാർത്തയാണ്, ഗംഭീരമായ വാർത്ത. അതായത് ഒരേ സമയം തന്നെ കള്ളിനും ചക്കരയ്ക്കും ചെത്തുന്നവരാണ് പാകിസ്ഥാൻ എന്നുള്ളത് ലോകത്തിന് എല്ലാവർക്കും അറിയാം. രണ്ട് വശവും നീക്കും. ഒരു സ്ഥലത്ത് സൗദി അറേബ്യ അറബ് നാറ്റോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പൈസ മേടിക്കും, ഇവിടുന്ന് ഈ പരിപാടിയും ചെയ്യും. കാരണം ഇറാനെ പിണക്കിക്കൊണ്ട് പാകിസ്ഥാന് മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. ഈ ഒരു സാഹചര്യത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാകിസ്ഥാനെതിരെ നാളെ എന്തെങ്കിലും തരത്തിലൊരു അറ്റാക്ക് ഇസ്രായേൽ നടത്തിയാൽ, അമേരിക്ക നടത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, നടത്തിയാലും അമേരിക്കയ്ക്കൊന്നും മിണ്ടാൻ കഴിയില്ല. രണ്ട്, പാകിസ്ഥാനിൽ ഒരു അറ്റാക്ക് നടത്തിയാൽ ചൈന ഇടപെടുമെന്ന് യാതൊരു ഉറപ്പില്ല. ചൈന ഇടപെടില്ല, കാരണം ചൈനയ്ക്ക് വരുന്നത് ചൈനയാണ്. ഇപ്പൊ അടുത്ത മാസം അങ്ങോട്ട് ട്രംപ് ഇപ്പൊ ഇവിടെ ഷീ ജിൻപിങ്ങിനെ കാണാനായിട്ട് പോകുന്നുണ്ട് ചൈനയിലേക്ക്. വ്യാപാര കരാറുമായിട്ടൊക്കെ ഉള്ളൊരു അത് കുറെ വലിയ ഓഫറാണ് ട്രംപ് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ യൂറോപ്യൻകാരുടെ പ്രശ്നം. യൂറോപ്യന്മാർ പറയുന്നത് വലിയ ഓഫർ, കാരണം സുരക്ഷിതമായ ചില മേഖലകൾ കൂടി ചൈനീസ് കമ്പനികൾക്ക് തുറന്നു കൊടുക്കാൻ ഒരു ശ്രമം ട്രംപ് ഈ പോകുന്ന പോക്കിൽ നടത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. ചില ഈ ഡിഫൻസ് പരമായിട്ടുള്ള ചില കമ്പനികൾക്കും മറ്റുമൊക്കെ അതിലൊരു പ്രതിഷേധം യൂറോപ്പിൽ നടക്കുന്നു. ഏതായാലും കലങ്ങൾ മറിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. ഏതായാലും നമുക്ക് തൽക്കാലം ഗ്യാലറിയിൽ ഇരിക്കുമ്പോഴും നമുക്കൊരു കാര്യമുണ്ട്, ഏത് സമയത്തും ഒരു അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യതകളുമുണ്ട്.